ലൈഫിൽ നമ്മൾ ഒരേ കാര്യം ചെയ്യാൻ നേരത്ത് അത് എന്തോ ആവട്ടെ, നമ്മളൊന്ന് വിചാരിക്കും, മനുഷ്യന്മാരല്ലേ, അവൻ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, ഇതുപോലെ ചെയ്തോ, ഞാൻ അങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താ, അവനെപ്പറ്റി അവൻ എന്നെ വിചാരിക്കും, ഇങ്ങനെ പല ചിന്തനങ്ങൾ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫ് വെച്ചാൽ ഞാനാണെങ്കിൽ ഭയങ്കര ഷൈ പേഴ്സണാണ്. പെണ്ണുങ്ങളോട് സംസാരിക്കും. എൻ്റെ വിചാരം ഞാൻ ഇപ്പോൾ പെണ്ണുങ്ങളോട് സംസാരിച്ച് അവരെന്നെ കോഴിയെന്ന് വിചാരിക്കും. ശരിയാവത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നവൻ ഒരു ഘട്ടത്തിൽ ഞാനത് സംസാരിക്കാണ്ടിരുന്ന് എനിക്ക് തെറ്റായിപ്പോയി. കാരണം എനിക്ക് ആരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, ഞാൻ ഒരു മൂലയിൽ തന്നെ പോയി. എല്ലാവരും പറഞ്ഞു അവൻ അങ്ങനെ ഒരു മൂലയിൽ തന്നെ ഇരിക്കുന്നവന്. അതും ഞാൻ അങ്ങനെ ഇരുന്നിട്ടും ആൾക്കാർ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവൻ അങ്ങനത്തെ ഒരു പേഴ്സണാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് മിണ്ടാൻ തുടങ്ങി ഒരു 1 year കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പറഞ്ഞു അവൻ എല്ലാ പെണ്ണുങ്ങളോട് സംസാരിക്കും, അവൻ അങ്ങനെയാണ്. അതെൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ എല്ലാ പെണ്ണുങ്ങളോട് സംസാരിക്കും, എല്ലാ പെണ്ണുങ്ങളും കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരും അവന് പോരിന്ന് വിളിക്കും. ഞാൻ അവനോട് പറഞ്ഞു എന്തിനാടോ എല്ലാടെ വായിന്ന് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ആൾക്കാർ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കും, അതിൻ്റെ പിന്നെ എന്ത് ചെയ്താലും ശരി അവരിങ്ങനെ വായിലിട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേൾക്കാണ്ടിരുന്നാൽ അതിന്. അവൻ പറഞ്ഞു എന്നെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നത്, ഞാൻ എന്നെ പറ്റി മൈൻഡേ ആക്കുന്നില്ല, പിന്നെന്ത്, നിനക്ക് എന്ത് വേണോ, നിനക്ക് എന്ത് ലൈഫ് വേണോ, ഏത് രീതി ജീവിക്കണോ നീ അതുപോലെ ജീവിക്കണം, എനിക്ക് ഇഷ്ടം വന്നാൽ. അല്ലാണ്ട് വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിതം മാറ്റി വെക്കുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാ തെണ്ടിത്തരുന്ന ഒരു അന്തസ്സുണ്ട്, അത് നമ്മൾ വിചാരിക്കണം, അങ്ങനെ പോവല്ല. ഓക്കെ, അതായത് ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, നിൻ്റെ ലൈഫിൽ നിനക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. എൻ്റെ പാഷനാവാം, ഫാഷനാവാം, എന്താവാം. പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവരെന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ ഫസ്റ്റ് എൻ്റെ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ മുമ്പ് ഞാൻ മൈൻഡ് റെഡി ആയിക്കുകയാണ്. ഞാൻ കുറേ വീഡിയോ കണ്ട്, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ കുറേ കണ്ടു. കാരണം അതിലെല്ലാ ആൾക്കാരും പറഞ്ഞ ഒറ്റ കാര്യമല്ല, ആദ്യമേ ചുറ്റുമുള്ളവർ നിന്നെ കളിയാക്കും, പിന്നെ പയ്യെ നിൻ്റെ മാറ്റം കാണുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യും. നല്ലൊരു ബോഡി ഇരുന്നു അവർ നിന്നെ കണ്ട് കോപ്പി ചെയ്യാൻ പഠിക്കും. അതുപോലെ ഞാൻ ആദ്യത്തെ 1 മാസം ആരോടും പറയേണ്ട പോയി. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൽ എല്ലാവരും പറഞ്ഞു, അവർ ചുമ്മാ ഫ്രണ്ട്സ്, അവർ തമാശയ്ക്കാണ് നമ്മൾ ഇതാക്കുന്നത്, നീ എന്ത് ചെയ്യാനാടാ, എങ്ങനെ ബോഡി വരാനാടാ. ഞാൻ കേട്ടില്ല, ഓൾറെഡി ഞാൻ പ്രിപ്പയർ ആണല്ലോ. സോ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഒരു 2 month 3 month ആയപ്പോൾ നല്ല ബോഡി ആകാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞിട്ട് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന, നീ എന്ത് കാര്യം ചെയ്യാണ് സീക്രട്ടായിട്ട് ചെയ്യുക, ഇനി ഒരാൾ അറിയാൻ പാടില്ല. കാരണം കുറച്ച് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നിൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് വരുന്നതെങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ കൂടുതലുള്ള സപ്പോർട്ട് വേണമെന്നില്ല. കാരണം എനിക്ക് ഓൾറെഡി അത്ര ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. ഞാൻ യൂഷ്വലി പറഞ്ഞ് മനസ്സിലായല്ലോ, സോഷ്യൽ മീഡിയയിൽ അത്രയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിനക്ക് ആൾക്കാരുണ്ട്, കസ്റ്റമറുണ്ട്, അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ നിന്നെ കേൾക്കാൻ ആൾക്കാരുണ്ട്, മാർക്കറ്റിൽ നിനക്ക് വാല്യൂ ഉണ്ട്. പിന്നെ എന്തിന് അവരുടെ വാക്ക് കേൾക്കണം? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് പഠിച്ചുന്ന കാര്യം, ഒറ്റ ഒരാളോട് പറയാൻ പാടില്ല നീ എന്താ ചെയ്യേണ്ടതെന്ന്. അൺടിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്കത് പറ്റും. ഞാൻ പറഞ്ഞ ഈ ഓരോരോ വാക്ക് കേട്ടിട്ട് എനിക്കിപ്പം 26 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചെറിയൊരു കാര്യമല്ല. ആ 26 പേരും ഇന്ത്യയിൽ നിന്ന് കണ്ടുവന്ന ആൾക്കാരാണ് മോസ്റ്റ് പീപ്പിൾസ്. അതിൽ ബിറ്റ്വീൻ ഏജ് ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാർട്ട് ചെയ്തപ്പം 30 to 35. കാരണം എൻ്റെ കണ്ടന്റ് ആ രീതിയിലാണ്. ആ ഈ ഏജിലുള്ള ആൾക്കാർ കാണുന്ന കണ്ട പോലെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു കണ്ടത്. അതിലെനിക്ക് കിട്ടിയാന്ന് അന്ന് 9 സബ്സ്ക്രൈബർ കണ്ട് കിട്ടി. പിന്നെ ഞാൻ നിർത്തി, 1 വർഷം ചാനലിൽ നിർത്തി. പിന്നെ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത്. സോ ആ 9 സബ്സ്ക്രൈബർ ആണെന്ന് ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലല്ലോ, ആരും ചെയ്യത്തില്ല. അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അവർ ചെയ്യത്തുള്ളൂ. അതേ രീതിയിൽ ഇപ്പം 26 പേരായി. കാരണം അവർക്ക് എന്തോ ഒരു തോട്ട് അവിടെയുണ്ട്. ആ നമ്പർ എന്ന് പറയുന്നത് ചെറിയതല്ല. ഞാൻ വിചാരിക്കും എന്താ 26 ഉള്ളൂ. അതിൽ എൻ്റെ തെറ്റുണ്ട്. കാരണം ഞാൻ മാക്സിമം പീപ്പിളിലേക്ക് ഇത് എത്തിക്കേണ്ട രീതിയിൽ എത്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് 100 ആൾക്കാർ കിട്ടും. സോ അതിന് ഞാൻ ട്രൈ ചെയ്യണം, കീപ് ട്രൈങ് എവറി ഡേ. ഞാൻ ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. സോ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. കാരണം ചിലപ്പോൾ നിനക്ക് ക്വാളിറ്റി ഇല്ലാത്തതും കൊണ്ടല്ല, പക്ഷെ അത് ആൾക്കാരിലേക്ക് റീച്ച് ആവാത്തതും കൊണ്ടാണ്. ഇപ്പോൾ ഒരു നല്ല ഫുഡ് കട കൊണ്ടുപോയിട്ട് ഒരു വില്ലേജിൽ ഒരു കാട്ടി കൊണ്ടുപോയി നടുക്കൊണ്ട് വെച്ചിട്ട് ഉപകാരമുണ്ടോ? ഇല്ല. അതൊരു നല്ല ഒരു സിറ്റിയുടെ നടുക്കോ ഒരു കോളേജിൻ്റെ അടുത്തോ 2-3 കോളേജിൻ്റെ നടുക്ക് വെച്ച കസ്റ്റമേഴ്സ് കയറി വരും. അതേ രീതിയാണ്.
നമ്മുടെ സ്ഥലം വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിന്റെ യൂട്യൂബിൽ നീ വീഡിയോ പോയിട്ട് നിന്റെ വോയിസ് കണ്ടന്റ് എല്ലാം അടിപൊളിയാണ്, പക്ഷെ പീപ്പിളിലേക്ക് റീച്ച് ആവുന്നില്ല. കാരണം നിന്റെ തോട്ട് റീച്ച് ആവുന്നില്ല. കാരണം അങ്ങനെയാണെന്ന് അറിയില്ല അവർക്ക്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ എഡിറ്റിംഗ് അത്ര പ്രോപ്പർ അല്ല. കാരണം ആദ്യം എൻ്റെ ഇപ്പം പ്രോപ്പർ അല്ല, ഞാൻ ഇമ്പ്രൂവ് ആക്കും ഡേ ബൈ ഡേ. സോ വ്യൂസ് കിട്ടാൻ ചാൻസസ് കുറവാണ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ. നിനക്ക് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടായത് കൊണ്ടല്ല നീ റീച്ച് ആകുത്താൻ കൊണ്ടാണ്. അത് നിന്റെ തെറ്റല്ല, നിന്റെ സിറ്റുവേഷൻ പ്രോബ്ലമാണ്. അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, വേറെ ആൾക്കാർ ഇതിനെപ്പറ്റി എന്ത് പറയുമെന്നാണ് നീ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. ഞാൻ തെറ്റുകളൊന്നും കണ്ടുപിടിക്കും. ഞാൻ എൻ്റെ ഓരോ തെറ്റുകളും കൊണ്ട് കണ്ടുപിടിച്ച് നെക്സ്റ്റ് എന്ത് ഇമ്പ്രൂവ് ആക്കണം. ഞാനിത് വന്നിട്ട് എക്സ്പീരിയൻസ് ആൾക്കാരോട് യൂട്യൂബിൽ കുറേ വീഡിയോ സെർച്ച് ചെയ്യും, എക്സ്പീരിയൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കും. എന്നിട്ടാണ് ഞാൻ അടുത്ത വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കീപ് ട്രൈങ് എവിടെ. തെറ്റുകളും കൊണ്ട് നീ പഠിക്കുക തന്നെ ചെയ്യാം. ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്.